എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഓക്കെ അല്ലേ? എങ്ങനെ പോണു? ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ക്വിക്കായിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്, അവരുടെ മനസ്സിൽ നിങ്ങൾ ഏത് ലെവലിലാണ് വെച്ചിരിക്കുന്നത്, നിങ്ങളെ അടുത്ത് സത്യത്തിൽ അവർക്ക് സ്നേഹം തന്നെയാണോ, എന്തായിട്ടാണ് അവർ നിങ്ങളെ കാണുന്ന, ഒരു സോൾമേറ്റ് ആണോ, അല്ല ഒരു ഫ്രണ്ടാണോ, എങ്ങനെയാണ് നിങ്ങളെ അവർ കാണുന്നത് എന്ന് നമുക്ക് ടാരോ വെച്ചിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, അതിൻ്റെ ഒപ്പം ഇത് ലാസ്റ്റിൽ അവരുടെ കറണ്ട് എനർജിയും കൂടെ ഞാൻ നോക്കിത്തരാം. ഓക്കെ, അറിയാലോ ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്, അണ്ടർലൈൻ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുമായി റെസനേറ്റ് ചെയ്യാം, ചെയ്യാതിരിക്കാം. എത്രത്തോളം റെസനേറ്റ് ആവുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക കേട്ടോ. ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് നടക്കും അല്ലെങ്കിൽ നടക്കില്ല എന്ന് അങ്ങനെ എടുക്കരുത്. നല്ലത് മാത്രം വിചാരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് മാത്രം റീഡിംഗ് കാണുക. ഓക്കെ, തുടങ്ങാം. അപ്പോൾ നമുക്ക് എൻ്റെ മനസ്സിൽ അവർക്കുള്ള സ്ഥാനം എന്താണ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണൽ മനസ്സിൽ എൻ്റെ വ്യൂവേഴ്സിനുള്ള സ്ഥാനം എന്താണ്. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യമെങ്കിലും മനസ്സിൽ വിചാരിക്കും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മനസ്സിൽ അവരുടെ സ്ഥാനം എന്താണ്. എടുക്കുകയാണേ. ഓക്കെ, 7 of Wands, 3 of Cups, 9 of Swords, 6 of Pentacles, Queen of Pentacles, 8 of Wands, Hierophant, Page of Cups, the Star. എനിക്ക് ഇതിൽ ചില കാർഡ്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം കേട്ടോ. ക്ലാരിഫൈ 7 of Wands, ക്ലാരിഫൈ 7 of Wands. ഇന്നതൊരു പ്രത്യേക രാശിക്കാർക്കുള്ളതല്ല, എല്ലാവർക്കുമായിട്ട് തന്നെ ഞാൻ ഇന്ന് രാശി പറയുന്നില്ല കേട്ടോ. ജഡ്ജ്മെന്റ്, 8 of Cups, clarify 3 of Cups, Queen of Pentacles, Ace of Swords, clarify 9 of Swords, clarify 9 of Swords. Okay, 5 of Wands and King of Cups. 6 of Pentacles. 6 of Pentacles, Magician and 5 of Cups. Okay. ആദ്യം തന്നെ നിങ്ങളുടെ പേഴ്സൺ, അടുത്ത സെറ്റ് കാർഡ്സ് ഞാൻ താഴെ വരുമ്പോൾ പറയാം കേട്ടോ. ഒന്ന് രാശിയൊന്നും പറയുന്നില്ല, കാരണം നിങ്ങളുടെ അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. വളരെ ഉയർന്ന സ്ഥാനം തന്നെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. കാരണം ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ദി സ്റ്റാറാണ്. സ്റ്റാർ എന്ന് വെക്കുമ്പോൾ തന്നെ നിങ്ങൾ അവരുടെ ലൈഫിൽ വെളിച്ചമാണ്, അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടോ. അതിലും വലിയൊരു സ്ഥാനം ഉണ്ടോ? അതേപോലെ ചിലർ വിചാരിക്കുന്നത് അവർ തളർന്ന് നിന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ ജീവിതത്തിൽ വല്ല നഷ്ടങ്ങൾ സംഭവിച്ചു കാണും. ഒന്നുകിൽ ഫൈനാൻഷ്യലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കാണാം, അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ ആരെങ്കിലും വളരെ വേണ്ടപ്പെട്ട ആരുടെങ്കിലും മരണമോ പിരിഞ്ഞു പോകലോ ഒക്കെ അനുഭവിച്ച് നിന്ന സമയത്ത് നിങ്ങളുടെ കർമ്മം കൊണ്ട് ഇവരെ ചേർത്ത് നിർത്തി. ഓക്കെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. അതായത് ഒരു നല്ല സുഹൃത്തിന് മേലെ ആയിട്ട് കൂടെ നിന്ന്, നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലായിരിക്കാം കേട്ടോ. ഇതിൽ നിങ്ങൾ ഒരു വളരെ സ്ട്രോങ് ആയിട്ട്
ഒരു താങ്ങ് അവർക്ക് കൊടുത്തു. അത് നിങ്ങളുമായിട്ട് അതിന് അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട്, നന്ദിയുണ്ട്. നിങ്ങളെ വളരെ ഉയർന്ന ലെവലിലാണ് അവർ അവിടെ നോക്കുന്നത്. അതായത് ഇവരെ താങ്ങി നിർത്തുന്ന ഒരു എന്താ പറയുക, ഒരു അച്ചുതണ്ടെന്ന് തന്നെ വിചാരിച്ചോളൂ. അങ്ങനെയാണ് ഇവരെ നിങ്ങളെ കാണുന്നത് കേട്ടോ. അതേപോലെ ഇവർ ലൈഫിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്ന സമയത്ത് ഒരു പക്ഷേ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുണ്ടായിരിക്കും. ഒരു എക്സ് എന്നൊക്കെയുള്ള രീതിയിൽ സെപ്പറേറ്റഡ് ആയിട്ട് ഇവർ സ്ട്രെസ്സിൻ്റെ അങ്ങേ ലെവലിൽ ഡിപ്രഷനൊക്കെ പോയ സമയത്ത് നിങ്ങളുടെ സ്നേഹമാണ് ഇവരെ തിരിച്ചു വരാൻ സഹായിച്ചത് കേട്ടോ. അങ്ങനെ ആ ഒരു ഇതിലാണ്, ആ ഒരു സീസണിങ്ങിലാണ് നിങ്ങൾ തമ്മിൽ സ്നേഹബന്ധത്തിലായത്. ഇവർ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയുന്നു. ഓക്കെ, നിങ്ങൾ ഇവരുടെ ലൈഫിൽ പകരം വയ്ക്കാൻ പറ്റാത്ത ഒരാൾ തന്നെയാണിപ്പോൾ. നിങ്ങളെ പ്രതി ഇവർക്ക് വളരെ സ്നേഹമാണ്. അടുത്തത്, ഒരു വളരെ അടുത്ത സുഹൃത്തായിട്ടും ഇവർ നിങ്ങളെ കാണുന്നു എന്ന് വെച്ചാൽ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള എന്ത് പുതിയ കാര്യം ഇവർ തുടങ്ങുമ്പോഴും നിങ്ങളോടാണ് ആദ്യം സംസാരിക്കുക. കാരണം അവർ വിചാരിക്കുന്നു ഏത് പുതിയ കാര്യമായാലും നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാവും, അവരോട് ചോദിച്ചാൽ അതിനുള്ള സൊല്യൂഷൻ കിട്ടും. എസ്പെഷ്യലി ഫൈനാൻഷ്യൽ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് കൺസൾട്ട് ചെയ്യാതെ ഇവർ ചെയ്യില്ല. കാരണം നിങ്ങളെ അവർ വളരെ അടുത്ത ഒരു സുഹൃത്തായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഇവർക്ക് വളരെ ഇഷ്ടമാണ്. ഓക്കെ, അടുത്ത ഇതിൽ ചിലരെങ്കിലും നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു കാർമിക് ബന്ധമാണ് എന്ന് കരുതുന്നവരുമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ വളരെ കുറച്ച് പേരെ അതിൽ കാണുന്നുള്ളൂ. നിങ്ങൾ തമ്മിൽ കർമ്മബലം എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവായിട്ടാണ് കാണുന്നത് കേട്ടോ. അതായത് കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങൾ തമ്മിൽ എന്തോ ശത്രുത ഉണ്ടായിരുന്നു, അത് ഈ ജന്മത്തിലും കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള രീതിയിലും ആ ഒരു പർട്ടിക്കുലർ സെറ്റിൽ കാണുന്നുണ്ട്. ഓക്കെ, ഒരു ചെറിയ ഭാഗം, ഒരു കാർമിക് റിലേഷൻ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതിൽ നിന്ന് അവിടെ നിന്ന് കടന്നു പോകണമെന്ന് അവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. പ്ലീസ് ക്ലാരിഫൈ ദിസ് സെറ്റ് ഓഫ് കാർഡ്സ് അഗെയിൻ. ക്ലാരിഫൈ ദിസ് സെറ്റ് ഓഫ് കാർഡ്സ് അഗെയിൻ. ഓക്കെ, ഇത് ലോങ് ഡിസ്റ്റൻസിലുള്ള ആരോ ആണ്. നിങ്ങളുമായിട്ട് ലോങ് ഡിസ്റ്റൻസിലുള്ള ഏതോ ആളാണ് നിങ്ങളെ പറ്റി അങ്ങനെ വിചാരിക്കുന്നത്. ഓക്കെ, നിങ്ങളിൽ നിന്ന് അവർ ദൂരെ പോയി കഴിഞ്ഞു, അവരാണ് അങ്ങനെ ചിന്തിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവർ നിങ്ങളെ പറ്റിയിട്ട് നല്ലതായി തന്നെയാണ് ചിന്തിക്കുന്നത്. നിങ്ങളിൽ നിന്നും വിട്ടുപോയി ഓൾറെഡി, നിങ്ങളുടെ എക്സൊക്കെ ആയിരിക്കണം ഇത്. അവർ വിചാരിക്കുന്നത് നിങ്ങൾ അവരുടെ ഒരു കാർമിക് ബന്ധമായിരുന്നു, അതായത് ചീത്ത കർമ്മബലം മൂലം ഉണ്ടായ ഒരു ബന്ധമായിരുന്നു. അവർ അതിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നും വിചാരിക്കുന്നുണ്ട്. ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് പ്ലീസ്. ഓക്കെ, നിങ്ങളൊരു നല്ല ടീം വർക്കറാണ് എന്ന് ഇവർ വിചാരിക്കുന്നുണ്ട്. ഫൈനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ ടീം തകർന്നു നിൽക്കുന്ന സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിന് ഭയങ്കര സപ്പോർട്ടായിട്ട് അവരെ താങ്ങി നിർത്തുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഡിപ്പെൻഡബിൾ ആണ് എന്നാണ് ഇവർ വിചാരിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഈ വിചാരിക്കുന്ന പേഴ്സൺ മറ്റുള്ളവരോട് പറയുന്നുണ്ടാവും ഇതുപോലൊരു പാർട്ട്ണറെ കിട്ടുന്നവരുടെ ലൈഫ് സോർട്ടഡ് ആയിരിക്കും എന്ന്. അതായത് ഈ ഒരു പാർട്ട്ണറെ കിട്ടുന്ന ആളുടെ ലൈഫ് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ പോകും. കാരണം അത്രയ്ക്ക് ഓർഗനൈസ്ഡ് ആണ് ഇവർ. ഒരു മാരേജ് മെറ്റീരിയൽ പേഴ്സൺ എന്ന് പറഞ്ഞതുപോലെ. ഓക്കെ, ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് വളരെ എഫിഷ്യൻ്റായിട്ട്, വളരെ ഏറ്റവും ഫലപ്രദമായിട്ട് അതിനെ ഒരു ഫുൾഫിൽമെൻറ്റിൽ എത്തിക്കാൻ ഇവർക്ക് സാധിക്കും. ഈവൺ ഇപ്പോൾ അവിടെ ഒരു പൈസയുടെ കുറവുണ്ടെങ്കിൽ പോലും അത് മാനേജ് ചെയ്ത് നിങ്ങൾ ആ സംഭവം ഒരു അറ്റം എത്തിക്കും എന്നാണ് ഇവർ നിങ്ങളെ പറ്റി പറയുന്നത്. നിങ്ങളുടെ എഫിഷ്യൻ്റ് ആണ് എന്നാണ് ഇവർ വിചാരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ ഉയർന്ന സ്ഥാനമാണ് അവിടെ. കാരണം ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ഈ ഒരൊറ്റ റീഡിങ്ങിൽ 2 പ്രാവശ്യം റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളെ വളരെ ഹൈ ലെവലിലാണ് അവർ മനസ്സിൽ വെച്ചിരിക്കുന്നത്. റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരാൾ, സ്നേഹത്തോടൊപ്പം റെസ്പെക്റ്റും ചെയ്യപ്പെടേണ്ട ഒരാളാണ് നിങ്ങൾ എന്നിവർ ഉറച്ചു വിശ്വസിക്കുന്നു.
Clarify. 8 of Wands. Clarify. 8 of Wands. Ace of Cups and Death. Okay. നിങ്ങളൊരു നിങ്ങൾ തമ്മിൽ തന്നെ ഒരു ന്യൂ ബിഗിനിങ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ നിങ്ങളാണ് മികച്ചു നിൽക്കുന്നത് എന്നിവർ വിചാരിക്കുന്നുണ്ട്. അതായത് സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ നിങ്ങളുടെ പാർട്ട്ണറേക്കാൾ നിങ്ങൾ ഒരു പടി മുകളിലാണ് എന്നിവർ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മടിയില്ല. ഓക്കെ. നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ ഒട്ടും പഞ്ഞം കാണിക്കാറില്ല. കമ്മ്യൂണിക്കേഷൻ ഒരു പ്രശ്നമല്ല. നിങ്ങളൊന്ന് പിണങ്ങിപ്പോയാലൊക്കെ തന്നെയും നിങ്ങളായിരിക്കും ചിലപ്പോൾ ആദ്യം ഒരു മെസ്സേജൊക്കെ അയച്ച് അവിടെ ആ പ്രശ്നം സോൾവ് ആക്കി മുന്നോട്ട് പോകുന്നത് കേട്ടോ. ആ ചെയ്യുന്നത് ഇവർക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങളുടെ മനസ്സ് എത്ര നല്ലതാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് നിറയെ സ്നേഹമാണ് എന്നിവർ മനസ്സിലാക്കുന്നുണ്ട്. ആ സ്നേഹം ഇവർക്ക് തിരിച്ചുണ്ട്. അവിടെ ഇവരുടെ മനസ്സിൽ അവർ നിങ്ങളെ അവരുടെ ഏറ്റവും അടുത്ത ഒരു സോൾമേറ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഏസ് ഓഫ് കപ്സിന് മേലെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേറൊരു കാർഡില്ല. ക്ലാരിഫൈ ദ ഹെയറോഫന്റ്. ക്ലാരിഫൈ ദ ഹെയറോഫന്റ്. ഒരു മെസ്സേജ് അയക്കാനൊക്കെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് നിങ്ങളായിരിക്കും. Clarify the Hierophant, please. Okay. Hanged Man and Queen of Cups. Okay. ഇവരിൽ ചിലരെങ്കിലും വിചാരിക്കേണ്ട ഇവർക്കറിയാം നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അറിയാമല്ലോ. നാച്ചുറലി അറിയാമായിരിക്കും. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ആണ് നിങ്ങളെങ്കിൽ അവിടെ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഹൈലി ഇമോഷണൽ ആയിട്ട് പെരുമാറാറുണ്ട് എന്ന് ഇവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങളാണ് ഈ ബന്ധത്തിൽ ഹൈലി ഇമോഷണൽ ആയിട്ടുള്ള ആളെന്ന് ഇവർക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇവര് വല്ലാതെ ഡിപ്രസ്ഡ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് അവരും ഇമോഷണൽ തന്നെ ആണ്. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ സ്ട്രോങ് ആണ്. അവരും ഒരു ഇമോഷണൽ സ്റ്റക്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് ഇവരെ ആ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് മാറി ചിന്തിക്കാൻ എല്ലാം ശരിയാകും, നമുക്കും ഒരു നല്ല സമയം വരും എന്ന് ഇവരെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ ഇവരുടെ എന്താ പറയുക ഇമോഷണൽ സൈഡിനെ താങ്ങി നിർത്തുന്ന ആളാണ് എന്നിവർ വിശ്വസിക്കുന്നു. നിങ്ങൾ വളരെ സ്റ്റേബിളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടാണ് ഈ റിലേഷൻ്റെ ഭാഗമായി ഇരിക്കുന്നതെന്ന് ഇവർ വിചാരിക്കേണ്ടത്. കാരണം അതായത് നിങ്ങൾ ഇവരുടെ അടുത്ത് ഡിവോട്ടഡ് ആണ്. നിങ്ങൾ ഇവരുടെ അടുത്ത് വളരെ ഡിവോട്ടഡ് ആണ് എന്നിവർ വിശ്വസിക്കുന്നു. ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ്. Clarify Page of Cups. Okay. 4 of Cups Chariot. 4 of Cups Chariot. Page of Cups. ഇവിടെയും ഏകദേശം മിസ്സിങ് എനർജി ആണ്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ചിലപ്പോൾ കുറച്ച് ദൂരത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ആ സമയത്ത് ഒരു മിസ്സിങ് എനർജി ഒക്കെ വരുന്ന സമയത്ത് പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് നിങ്ങളുടെ സൈഡിൽ നിന്നായിരിക്കണം. ഓക്കെ. അതേപോലെ നിങ്ങളൊരു സ്ട്രോങ് വിൽഡ് പേഴ്സൺ ആണെന്ന് ഇവർ വിചാരിക്കുന്നത്. നിങ്ങളൊരു തീരുമാനമെടുത്താൽ അതിൽ നിന്നും മാറില്ല. അത് തുറന്ന് പറയാൻ നിങ്ങൾക്ക് യാതൊരു മടിയും ഇല്ല. അവിടെ അപ്പുറത്തൊരു റിജക്ഷൻ വന്നാൽ പോലും നിങ്ങൾക്ക് അതൊരു വിഷയമല്ല. നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യും. അവിടെ മറ്റുള്ളവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതൊന്നും നിങ്ങൾക്ക് വിഷയമല്ല. നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണോ അത് വളരെ സ്ട്രോങ് ആയിട്ട് വിൽ പവറോടുകൂടി തന്നെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്ന് ഇവർ വിചാരിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ട് ആ കാര്യത്തിൽ. ക്ലാരിഫൈ ദ സ്റ്റാർ. പ്ലീസ് ക്ലാരിഫൈ ദ സ്റ്റാർ. ഓക്കെ. 9 of Pentacles and Knight of Cups. ഓക്കെ. നിങ്ങൾ അവരുടെ മാത്രമല്ല മറ്റ് പലരുടെയും വിഷ് ഫുൾഫിൽമെൻ്റ് ആണെന്ന് ഇവർ വിചാരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റി
ഒരുപാട് ചേഞ്ചസ് നിങ്ങളിൽ കൊണ്ടുവന്നു. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തു, സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്തു. ഇവരെ ചേസ് ചെയ്യുന്നത് നിങ്ങൾ നിർത്തി. ഓക്കെ, അപ്പോൾ ഇവർക്ക് നിങ്ങളുടെ അടുത്ത് റെസ്പെക്റ്റാണ് ഇപ്പോൾ. ഓക്കെ, സ്നേഹമുണ്ട്. സ്നേഹത്തെക്കാൾ ഉപരി നിങ്ങളുടെ മേലെ റെസ്പെക്റ്റാണ് ഇപ്പോൾ. റെസ്പെക്റ്റോടൊപ്പം നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം വളരെ തീവ്രമായിട്ടുണ്ട് താനും. ഓക്കെ, അപ്പം അവരുടെ മനസ്സിൽ ഈ ഇതിൽ നിങ്ങളുടെ സ്ഥാനം എന്താണ്? ഹൈ റെസ്പെക്റ്റാണ്. അതേസമയം ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്ന് നമ്മൾ നോക്കിയത്. നമുക്ക് ക്വിക്കായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഡിവൈൻ കറണ്ട് എനർജി ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണത്? Please show me the current energy of my viewers person, please. Current energy of my viewers person. Any current energy of my viewers person. എടുക്കണേ. Knight of Cups, Two of Wands, Eight of Cups, Chariot, Hanged Man, ശബ്ദം, Strength, Queen of Pentacles and Three of Cups. ഓക്കെ, കറണ്ട് എനർജിയിൽ അവർ വളരെ സ്നേഹത്തോടെ നിങ്ങളെ ഓർക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ അടുത്ത് പിണക്കമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു അപ്പോളജിയൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനെ പറ്റിയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. അതേപോലെ ടു ഓഫ് വോൺസ് വെച്ചിട്ട് ഒന്നുകിൽ അവരൊരു യാത്ര പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണ്, അതിനെപ്പറ്റി അവർ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. പ്ലീസ് ക്ലാരിഫൈ ടു ഓഫ് വോൺസ്. ക്ലാരിഫൈ ടു ഓഫ് വോൺസ്. ഫൈനാൻഷ്യൽ കാര്യമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ഒരു യാത്ര, ജോലി സംബന്ധമായ യാത്ര ആയിരിക്കാനാണ് സാധ്യത. കാരണം ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 7 ഓഫ് പെൻഡക്കിൾസ് ആണ്. പെൻഡക്കിൾസ് കാരണം വെയിറ്റിംഗ് എനർജിയിലാണ് അവിടെ കാണുന്നത്. അവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നവരുടെ റെസ്പോൺസിബിലിറ്റി കരിയറാണ് കേട്ടോ. അപ്പോൾ അവരൊരു യാത്രയെക്കുറിച്ചാണ് അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പ്ലാൻ ചെയ്യുകയാണ് അവർ, അല്ലെങ്കിൽ ഒരു പുതിയ ജോബിലേക്ക് കയറുന്നതിനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യുകയാണ്. എന്ത് തന്നെ ആയാലും ഫൈനാൻഷ്യൽ പ്രോബ്ലത്തിനെ പറ്റിയിട്ടാണ് അവരവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാനും സാധ്യതയുണ്ട്. ക്ലാരിഫൈ 8 ഓഫ് കപ്സ്. ക്ലാരിഫൈ 8 ഓഫ് കപ്സ്. യാത്ര 3 കാർഡിൽ കാണുന്നുണ്ട് കേട്ടോ. 3 കാർഡിൽ യാത്ര കാണുന്നുണ്ട്. ഹെർമിറ്റ്, ഒറ്റപ്പെട്ട ഒരു ഫീലിങ്ങിലാണ്. കാരണം ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് അവർ യാത്രയിലാണ്. അതും ഒരു യാത്ര തന്നെയാണ് കാണുന്നത്. പല പല ഡിസ്ട്രാക്ഷൻസ് ആയിട്ട് അവർ ഇരിക്കുകയാണ്. അവർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു പക്ഷേ ഒന്നുകിൽ അവർ വെറുതെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് അങ്ങനെ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഈ ട്രാവൽ വേണ്ട, സേ ഫോർ എക്സാമ്പിൾ മെഡിക്കൽ റെപ്പ്, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഫ്രീക്വൻ്റ്ലി അവരുടെ സിറ്റിക്കകത്ത് തന്നെ ട്രാവൽ ചെയ്യേണ്ടതായിട്ടും വരുമല്ലോ. അപ്പോൾ ആ പോകുന്ന പോക്കിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതും ആവാം, അല്ലെങ്കിൽ ആ ഒരു യാത്ര ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ബേസ് ചെയ്തിട്ട് അതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ട്. അതേപോലെ ഒറ്റപ്പെട്ട മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഒറ്റപ്പെട്ട ഫീലിങ്ങിൽ ഇരിക്കുകയാണ് അവർ. ഹാപ്പി അല്ല അവിടെ. ക്ലാരിഫൈ ചാരിയറ്റ്. അത് വീണ്ടും ഒരു യാത്രയാണ് കാണിക്കുന്നത്. ചാരിയറ്റ് പറയുന്നു. ഓക്കെ, അതായത് ചിലരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി, ഇവർ യൂണിഫോംഡ് ജോബ്സിലുള്ളവരായിരിക്കാൻ സാധ്യതയുണ്ട്. യാത്ര ആവശ്യം ഉള്ളവർ തന്നെയാണ് കേട്ടോ. കൂടുതൽ യാത്രകൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യേണ്ടി വരുന്നവരായിരിക്കും. ജോബ് റിലേറ്റഡ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കാണണമെങ്കിൽ അവർക്ക് അവരുടെ ഫാമിലി ഇരിക്കുന്ന അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വന്നാലേ നിങ്ങളെ കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം ഇവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം
സാബോട്ടാജിൻ്റെ എനർജി അവിടെ കാണുന്നുണ്ട്. അവിടെ കാരണമായിട്ട് കാണുന്നത് അവരുടെ ഫാമിലിയാണ്. ഫാമിലി എന്ന് പറയുമ്പോൾ എക്സ്റ്റെൻഡഡ് ഫാമിലി ആവാം. എക്സ്റ്റെൻഡഡ് ഫാമിലി ആകുമ്പോൾ അച്ഛൻ, അമ്മ, അവരുടെ വൈഫോ ഹസ്ബൻഡോ ആവാം. അങ്ങനെ ഫാമിലിയിലുള്ള ആരും ആവാം. അവരുടെ ഇടപെടൽ മൂലം ഇവർ സാബോട്ടാജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ അവരിപ്പോൾ ആലോചിക്കുന്നത്, അവർ സ്ട്രോങ് ആയിട്ട് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്നുള്ള ഒരു തീരുമാനം, സാബോട്ടാജ് മാറ്റിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് സ്ട്രോങ് വിൽഡായിട്ട് ഉറച്ചൊരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ഓക്കെ, ക്ലാരിഫൈ ഹാങ്ഡ് മാൻ, ക്ലാരിഫൈ ഹാങ്ഡ് മാൻ. ജഡ്ജ്മെന്റ് ആൻഡ് 3 of Pentacles. ഓക്കെ, ഇവര് വിചാരിക്കുന്നത് ഇവര് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. ഓക്കെ, ആ സ്റ്റക്കായിരിക്കുന്നത് അവരുടെ കർമ്മഫലം മൂലം അവർ അനുഭവിക്കുകയാണ് എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങളുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. അവിടെ തേർഡ് പാർട്ടി കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഇവർക്ക് തോന്നുന്നത് ഇവരുടെ കഴിഞ്ഞ ജന്മത്തിൽ ഇവർ ചെയ്ത എന്തോ തെറ്റ് മൂലം ഇവരുമായിട്ട് സ്റ്റക്കായിരിക്കുകയാണ് എന്നൊക്കെ ഒരു ചിന്തയാണ് ഇവർക്ക് ഉണ്ടാവുന്നത് കേട്ടോ. അത് മാറി വരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അവരുടെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് നിങ്ങളാണ്. കാരണം ഹാങ്ഡ് മാൻ്റെ ചിന്തകൾ മാറി വരുന്നതായിട്ടാണ് കാണുന്നത്. വിൽ ദേ മൂവ് ടുവേർഡ്സ് മൈ വ്യൂവേഴ്സ്? വിൽ ദേ മൂവ് ടുവേർഡ്സ് മൈ വ്യൂവേഴ്സ്? പ്ലീസ് ക്ലാരിഫൈ. വിൽ ദിസ് പേഴ്സൺ മൂവ് ടുവേർഡ്സ് മൈ വ്യൂവേഴ്സ്? സങ്കടത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇൻസെക്യൂരിറ്റീസ് ആണ്, അവർക്ക് പേടിയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ അവർക്ക് പേടിയാണ്. അപ്പോൾ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്ക് വേണം ഇത് എടുക്കാനായിട്ട് കേട്ടോ. ഇവിടെ തേർഡ് പാർട്ടി ഫാമിലി ആയിട്ടാണ്. അത് ഫാമിലി എന്ന് പറയുമ്പോൾ ഏതും ആവാമേ. അത് ഞാൻ പറഞ്ഞ അച്ഛൻ, അമ്മ ഉൾപ്പെടെയുള്ള ഫാമിലി ആവാം അവിടെ. ക്ലാരിഫൈ സ്ട്രെങ്ത്, ക്ലാരിഫൈ സ്ട്രെങ്ത്. ഓക്കെ, അവിടെ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ ആയിട്ട് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അവർ വരുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. അതായത് സ്ട്രെങ്ത് കാർഡ് വെച്ചിട്ട് അവർ ധൈര്യം സംഭരിച്ചു നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. അത് ഫാമിലി എതിർപ്പൊക്കെ ആണെങ്കിൽ കൂടുതൽ ഫാമിലി എതിർപ്പിനെ മറികടന്ന് നിങ്ങളുടെ അടുത്തേക്ക് വിഷ് ഫുൾഫിൽമെൻറ്റുമായിട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇതിൽ കണ്ടു കഴിഞ്ഞാൽ വയസ്സായവരും ചെറുപ്പക്കാരും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊരു ഫാമിലി ആയിട്ട് കണക്കാക്കുക. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം എന്നവർ ഉറച്ച തീരുമാനവുമായിട്ട് ധൈര്യം സംഭരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് അവിടെ കാണുന്നുണ്ട്. ക്വീൻ ഓഫ് പെന്റക്കിൾസ്. അവിടെയും ഇവർ നിങ്ങളെ ഹയസ്റ്റ് റിഗാർഡിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. കാരണം നിങ്ങളൊരു ഹസ്ബൻഡ് ഓർ വൈഫ് മെറ്റീരിയൽ ആണെന്ന് ഇവർ വിചാരിക്കുന്നു. അതായത് ഒരു കുടുംബം നടത്താനോ അല്ലെങ്കിൽ ഈവൻ എന്ത് തന്നെ നിങ്ങളെ ഏൽപ്പിച്ചാലും അത് നിങ്ങൾ വളരെ ഭംഗിയായി ഹാൻഡിൽ ചെയ്യുമെന്ന് ഇവർക്ക് അറിയാം. എന്നുവെച്ചാൽ നിങ്ങളെ വിശ്വസിച്ച് ഇവർക്കൊരു കാര്യം ഏൽപ്പിക്കാൻ സാധിക്കും എന്ന് ഇവർ ഉറച്ച് വിശ്വസിക്കുന്നു. ഇവർ നമ്മൾ പറയില്ലേ, ഇതുപോലൊരു പാർട്ട്ണറെ കിട്ടിയ എത്ര ഭാഗ്യമാണ്, ഇതുപോലെ ഒരു പാർട്ട്ണറെ കിട്ടിയ അവരെത്ര ഭാഗ്യമാണെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ചിന്തയാണ് അവർക്ക് നിങ്ങളെ പറ്റിയിട്ട്. നിങ്ങളെ അവരൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നതാണ്. സ്റ്റാർ കാർഡാണ്. സ്റ്റാർ കാർഡ് എന്ന് പറയുന്നതും ഒരു ഇമോഷണൽ വിഷ് ഫുൾഫിൽമെൻറ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അവർ വളരെ തീവ്രമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. 8 of Wands. നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ എല്ലാം വരാനുള്ള എല്ലാ സാധ്യതയും അവിടെ കാണുന്നുണ്ട്. ക്ലാരിഫൈ 3 of Cups. ഇപ്പോൾ ഒരു സെലിബ്രേഷൻ മോഡിലാണ്. ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ചങ്ങനെ ഇരിക്കുകയായിരിക്കും. ക്ലാരിഫൈ 3 of Cups. നിങ്ങളെ കാണാൻ വരുന്നതാണോ എന്ന് നമുക്ക് നോക്കാം. ക്ലാരിഫൈ 3 of Cups. 3 of Cups ഒരു ഫ്രണ്ട്ലിനെസ് അങ്ങനെയൊക്കെയാണ് കാണിക്കുക. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ ഓക്കെ. ദി എംപറർ ആൻഡ് കിങ് ഓഫ് കപ്സ്. എംപറർ ആൻഡ് കിങ് ഓഫ് കപ്സ്. ഓക്കെ, ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഫാമിലി, പ്രത്യേകിച്ച് അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനമുള്ള ആരോ നിങ്ങളുടെ ബന്ധത്തിനെ എതിർക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവരെ നിങ്ങളുടെ സ്നേഹം പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിച്ചു. അവരുടെ സമ്മതത്തോടു കൂടി ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഈ പേഴ്സണാണ്. അതായത് ഈ ഫാദർലി
പേഴ്സണാണ് കേട്ടോ. ഇവര് കുറച്ച് പ്രബലമായിട്ട് ഇവരുടെ സൊസൈറ്റിയിൽ കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാരായിരിക്കണം ഇവരുടെ ഫാമിലിയിലുള്ള ഈ പറഞ്ഞ പേഴ്സൺ. ഓക്കെ, അവർ കുറച്ച് അതോറിറ്റേറ്റീവ് ഒക്കെ ആയിട്ട് വീട്ടിൽ ഇവരുടെ കാര്യം ഇവർ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ. അതായത് ഫാദർ പറയുന്ന പോലെ കാര്യം നടക്കുള്ളൂ. അച്ഛനെ കുറച്ച് പേടിയാണ് അവരുടെ വീട്ടിലെല്ലാവർക്കും. അപ്പോൾ അതല്ല, ഓവർലി പ്രാക്ടിക്കൽ സോഷ്യൽ സ്റ്റാറ്റസിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ബോധർ ചെയ്യുന്ന ഒരാളാണ്. കുറച്ച് ഈഗോ കടുംപിടുത്തമൊക്കെ ഉള്ള ഒരാളായിരിക്കണം ഇവരുടെ ഫാദർ, അല്ലെങ്കിൽ ഫാദർലി പേഴ്സൺ ഇവരുടെ ചേട്ടനോ ആവാം ഇത്. ഓക്കെ, അങ്ങനെ ആ എതിർപ്പിനെ നിങ്ങളുടെ സ്നേഹം പറഞ്ഞ് മനസ്സിലാക്കി, അതായത് കിങ് ഓഫ് കപ്സ്, നിങ്ങളുടെ സ്നേഹം പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിച്ച് അവിടെ ഇവർ ആ ഒരു എതിർപ്പ് മറികടന്ന് ഒരു സെലിബ്രേഷനിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ കാര്യം മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്, അതിനെ പറ്റിയിട്ടാണ് അവരിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ് അത് ഞാൻ ക്ലാരിഫൈ ചെയ്തില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ. കിങ് ഓഫ് വോൺസ് ആൻഡ് ടു ഓഫ് കപ്സ്, ഇവര് നിങ്ങളെ പ്രതി നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും വഴക്കൊക്കെ ഇട്ടിരുന്നെങ്കിൽ അത് സ്നേഹമുള്ള വഴക്കാണ്, പിണക്കം എന്ന് പറയാനുള്ളൂ. നിങ്ങളുടെ അടുത്ത് ഹൈലി അട്രാക്റ്റഡ് ആണ് ഇവര്. ഓക്കെ, നിങ്ങളെ പ്രതി റെസ്പെക്റ്റും ഉണ്ട്, സ്വല്പം ഒരു ഫിസിക്കൽ അട്രാക്ഷനും അവർക്ക് ഉണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ഇവർ വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. കാരണം ടു ഓഫ് കപ്സ്, നിങ്ങൾക്കും ഇവരെ അത്രയും തന്നെ സ്നേഹവും നിങ്ങൾക്കും അവരോട് അട്രാക്ഷൻ ഉണ്ട്. എല്ലാം നിങ്ങൾ തമ്മിൽ പറയത്തക്ക വലിയ ഭീകര പ്രശ്നങ്ങളൊന്നുമില്ല. എന്തോ ഒരു ചെറിയ പിണക്കം, രാവിലെ വല്ലതും പിണങ്ങി പോയത് വല്ലതും ആയിരിക്കും. അപ്പോൾ അതിനൊരു മെസ്സേജൊക്കെ അയച്ച് നിങ്ങളുടെ അടുത്ത് ഒന്ന് കാണണം, ഒന്ന് റീയൂണിയൻ ചെയ്യണമെന്നൊക്കെ ഇവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. എല്ലാവർക്കും ഒരുവിധം ഇതിൽ കണ്ടതെല്ലാം നല്ലതായിട്ട് തന്നെ ആയിരുന്നു. വളരെ 1-2 കേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് എല്ലാവർക്കും ഉള്ളതാണ്. അതായത് ഏതാണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് അതുപോലെ നിങ്ങളങ്ങ് എടുക്കുക. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രിപ്ഷനാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള ലിങ്ക് കേട്ടോ. ആ ലിങ്ക് ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ എനർജിയുമായിട്ട് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ നിങ്ങളും ഞാനും ലിങ്ക്ഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് സബ്സ്ക്രിപ്ഷൻ അത്യാവശ്യമാണെന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ ജോയിൻ എന്നൊരു ബട്ടൺ സബ്സ്ക്രിപ്ഷൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണും. അത് മെമ്പർഷിപ്പ് വേണം എന്നാഗ്രഹമുള്ളവർക്ക് അതിൽ എടുക്കാം. മെമ്പർഷിപ്പിൻ്റെ സാധാരണ സബ്സ്ക്രിപ്ഷൻ്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയായിരിക്കും. മെമ്പർഷിപ്പ് പറയുമ്പോൾ പെയ്ഡാണ്. ഓക്കെ, നിങ്ങൾക്ക് പേ ചെയ്യാം. 99 or 199 അങ്ങനെ എന്തോ ഒരു ഓപ്ഷന് ഞാൻ വളരെ ചെറിയ എമൗണ്ട് അവിടെ വെച്ചുള്ളൂ. കാരണം നിങ്ങൾക്ക് അതിലുള്ള പേർക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലൈവ് ഒക്കെ വരുമ്പോൾ സാധാരണ സബ്സ്ക്രിപ്ഷൻ ആണോ, നമുക്ക് എത്ര പേരാ ലൈവിൽ കയറും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതിൽ കുറേ പേരെങ്കിലും കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ കേസ് പർട്ടിക്കുലർലി എടുക്കാൻ, നിങ്ങളുടെ മെസ്സേജ് കണ്ണിൽ കാണാനുള്ള ചാൻസസ് നമുക്ക് കുറവായിരിക്കും. പക്ഷെ മെമ്പർഷിപ്പ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ലൈവ് സെഷൻ, മെമ്പേഴ്സ് ഓൺലി ലൈവ് സെഷൻ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് പോലെ തന്നെ അവിടെ വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉണ്ടാവുള്ളൂ, മെമ്പേഴ്സ് മാത്രമല്ലേ പെയ്ഡ് ആയതുകൊണ്ട്. അപ്പം നമുക്ക് അവിടെ നിങ്ങളുടെ കേസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ വേണ്ടവർക്ക് വേണമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം. യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചു എന്ന് മാത്രം. ഫ്രീക്വൻ്റ് ആയിട്ട് ലൈവ് വരാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ കുറേയെങ്കിലും ഈ ഒരു അൺക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ, പർട്ടിക്കുലർലി ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടുള്ളവർക്ക് ലൈവിൽ നമുക്ക് നിങ്ങളുടെ കേസ് എടുക്കാൻ പറ്റിയാൽ കുറച്ചെങ്കിലും ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് സമാധാനമായിട്ടിരിക്കുക. ദൈവം രക്ഷിക്കട്ടെ. ബൈ.